ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു പോവാണ്. തിരിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് പുല്ലാട്ട് ചേച്ചിയുടെ വീട്ടിലോട്ടാണ്. അവിടെ ഒരു ചെറിയ വിശേഷമുണ്ട്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും ഒക്കെ 20ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഒരു ചെറിയ സെലിബ്രേഷൻ പോലെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നാച്ചു ഇങ്ങോട്ട് വാ. രാവിലെ എന്തുവാ? ഇഡലി, ചമ്മന്തി, സാമ്പാർ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇന്ന് ചേച്ചിയുടെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. എന്നെ ഇവിടെ ആക്കിയിട്ട് രഞ്ജിത്തേട്ടന് സൈറ്റിൽ പോയിട്ട് വരാനായിരുന്നു. പക്ഷേ മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോയി. മഴയൊക്കെ നോക്കി നിൽക്കുമ്പോഴത്തേനും വിനോദേട്ടൻ അടുത്ത ആളിനെ കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്നത് അച്ഛനും അമ്മയും ആൻറ്റിയും അമ്മൂമ്മയൊക്കെയാണ്. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം വണ്ടിയിലിരിക്കുമ്പോഴത്തേന് പിന്നെ കാലൊന്നും നൂരത്തില്ല. വന്ന പാടെ ആൻറ്റി അവർക്കുള്ള ഗിഫ്റ്റ് അങ്ങ് കൊടുത്തു. അതിപ്പോൾ നമുക്കൊന്ന് കാണാം. വിനോദേട്ടനൊരു കുർത്തയായിരുന്നു എടുത്തിരുന്നത്. അത് പക്ഷേ ഇച്ചിരി സൈസ് വ്യത്യാസമുണ്ട്. അപ്പം അത് മാറണം എന്ന രീതിയിൽ നിൽക്കുകയാണ്. കടയിൽ കൊടുത്താൽ മാറി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിക്ക് കറക്റ്റായിരുന്നു. എല്ലാം ഇട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി അമ്മൂമ്മയും അച്ഛനും ഒക്കെ. അപ്പം ഞങ്ങളും എന്നാൽ കഴിച്ചിട്ട് പയ്യെ കടയിലോട്ട് പോയി ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എന്നായിരുന്നു കഴിക്കട്ടെ. ചമ്മന്തി കഴിക്കട്ടെ. ചമ്മന്തി എവിടാ എന്തോ അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുവാണ്. കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കോഴഞ്ചേരി മാമാട്ടിയിലോട്ട് പോയി. അവിടെ നിന്നാണ് ആൻറ്റി ഡ്രസ്സ് എടുത്തത്. അതെന്നാൽ ചേഞ്ച് ചെയ്യാൻ ഇറങ്ങി. മാമാട്ടിയുടെ തന്നെ പുതിയ വെഡ്ഡിങ് കളക്ഷനാണ് ചിങ്ങത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. അവിടെ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. നല്ല കുർത്തീസും ഒക്കെ അവിടെ ഉണ്ട്. അമ്മയും ഒക്കെ ഉണ്ട് ഫങ്ഷന്. അവരപ്പം വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ കോഴഞ്ചേരി വരുന്നുണ്ടല്ലോ, അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് സമയമായപ്പോഴത്തേന് അവരും എത്തി. രണ്ടുപേർക്കും സെയിം കളർ ഡ്രസ്സാണ് ആൻറ്റി എടുത്തത്. അപ്പോൾ കുർത്ത ചേഞ്ച് ചെയ്യാൻ വന്നപ്പോൾ വിനോദൻ്റെ അളവിനുള്ള കുർത്ത ആ സെയിം കളർ ഇല്ല. അപ്പം ഒരു ഗ്രീൻ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കുർത്ത കാണാൻ. എല്ലാം ഏതെടുക്കണമെന്ന് നമുക്ക് ഡൗട്ടാണ്. അതുപോലെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പം അവിടുന്ന് കുർത്തയൊക്കെ എടുത്ത് ഞങ്ങൾ താഴെ ഇറങ്ങി. 3ാമത്തെ നിലയിലായിരുന്നു. അവിടുന്ന് താഴെ ഇറങ്ങി
ശ്രീയുവിന് 2-3 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അവനും എടുത്തു. എന്തായാലും തുണിക്കടയിൽ വന്നതല്ലേ. ശ്രീയുവിന് ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവൾക്ക് ഒരു പാൻറ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ മേളിലോട്ട് കയറിപ്പോയി ഒരു പാൻറ്റും കൂടെ എടുത്തു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയി. അപ്പം ആൾ കൂടിയതുകൊണ്ട് തിങ്ങിയിരിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാം ഇടിച്ച് കയറി ഇരുന്നങ്ങ് പോയി. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം അടുത്ത റിലേറ്റീവ്സും വന്നു. അതേട്ടൻ്റെ ചേച്ചിയാണേ അത്. എല്ലാവരും ഒരേ ഡ്രസ്സാണെന്നാണ് ചേച്ചി പറയുന്നത്. പറഞ്ഞെല്ലാവരും പറഞ്ഞിട്ടതാണോ? ബ്രദറാണേ അത്. വീഡിയോയിൽ എന്നെ ഇടല്ലേ എന്നാണ് ഈ പറയുന്നത്. ഞാനപ്പോൾ അതുപോലെ തന്നെ കേട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഫംഗ്ഷന് റൈസും ചിക്കനുമാണ്, അത് വാങ്ങിക്കാനായിട്ട് വന്നു. മേടിച്ച് പിന്നെ കുറച്ച് ഐസ്ക്രീമും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി. 2-3 കടയിൽ കയറി. അവിടെ ഒന്നും ഉദ്ദേശിച്ച ഐസ്ക്രീം ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ സിറ്റി ബേക്കറി കയറി. അവിടെ അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഐസ്ക്രീം മേടിച്ചു. അത് മേടിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും സേതു വന്നു. ഇത് ആൻറ്റിയുടെ മകളാണ്. എണ്ണിക്കുളം പോളിയിലെ അധ്യാപികയാണ്. അകത്ത് ശ്രീയും അമ്മുവും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അമ്മുവിനെ ആദ്യം കാണുമ്പോൾ ഭയങ്കര നാണമാണ്. അതാണ് തല കുനിച്ചിരിക്കുന്നത്. ശ്രീയു പിന്നെ വഴക്കില്ലാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഹായ് ഒക്കെ തരുന്നുണ്ട് ഇടയ്ക്ക്. എല്ലാവർക്കും കഴിക്കാനുള്ള പ്ലേറ്റ് ഒക്കെ തുടച്ചെടുക്കുവാണ്. കേക്ക് കട്ട് ചെയ്ത ഉടനെ കഴിക്കാമല്ലോ. സമയം 2 മണിയാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് രഞ്ജിത്തേട്ടൻ വന്നേ. പിന്നെ ഞാനും രഞ്ജിത്തേട്ടനും കൂടെ പോയി കണ്ണുനെ വിളിച്ചുകൊണ്ട് വന്നു. സ്വരമന്ത്രമുണർത്തും ലോലസല്ലാപം. ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ മെല്ലെ ഉയരാൻ ശിശിരം പകരും പനിനീർമഴയിൽ വെറുതെ നനു നനയുമ്പോൾ ധിത്തന ധിത്തന ധിരന ധീരന ധിത്തന ധിത്തന ധിരന ധിത്തന ധിത്തന ധിരന ധീരന ധിത്തന ധിത്തന ധിരന. തങ്കത്തിങ്കൾ കിളിയായി കുറുകാം, താരത്തുവൽ മെനയാം നനയാം, നീരാടിയാടും നിറസന്ധ്യയിൽ.
അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുവാണ്. ആദ്യം അമ്മ ഗിഫ്റ്റൊക്കെ കൊടുത്തു. കഴിഞ്ഞ് കണ്ണു അപ്പയ്ക്കും മാമനും ഗിഫ്റ്റ് കൊടുത്തു. ഞങ്ങൾ ഡ്രസ്സും പിന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്തതുമാണ് കൊടുത്തത്. ചേച്ചിയോട് 20 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചപ്പം ചേച്ചിയുടെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. ഫോട്ടോ കണ്ടിട്ടാണോ ചോദ്യം കേട്ടിട്ടാണോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും സന്തോഷം കൊണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് വിനോദേട്ടന്. എന്തോ പറഞ്ഞേ. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഫുഡ് എങ്ങനെയുണ്ട് സൗമ്യ? എങ്ങനെയുണ്ട് അമ്മേ ഫുഡ്? അമ്മ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? എല്ലാരും കഴിച്ചു കഴിയാറായി. അപ്പൊ ഐസ്ക്രീം കൂടെ കൊടുക്കാമല്ലോ. ചേച്ചി ഫുഡ് എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.